ഇപ്പോൾ PSC അംഗമാകാൻ വേണ്ടി 60 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന ഒരു ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മീഡിയകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്ന വ്യക്തി ഇതിനകത്തൊരു ചെറിയ മീനാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചൊരു മിനി ക്യാബിനറ്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മിനി ക്യാബിനറ്റിൻ്റെ തലപ്പത്തുള്ളത് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. ആ മിനി ക്യാബിനറ്റിൽ ഒരു സംഘം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ക്യാബിനറ്റിലെ ഒരു അംഗമാണ് SFIയുടെയും DYFIയുടെയും ഒക്കെ നേതാവായിരുന്ന ഇപ്പോൾ CITUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പ്രമോദ് കോട്ടൂളി. കോഴിക്കോട്ടെ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്ന് PSC അംഗമാക്കാം എന്ന് പറഞ്ഞ 60 ലക്ഷം രൂപയാണ് കോഴ ചോദിച്ചത്. അതിനകത്ത് 22 ലക്ഷം രൂപ ഈ പ്രമോദ് കോട്ടൂളി കൈപ്പറ്റുകയും ചെയ്തു. അദ്ദേഹം മാത്രം ആണ് ഇത്രയും വലിയ ഒരു പദവി ഓഫർ ചെയ്തതിൻ്റെ പിന്നിൽ എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഈ വിഷയത്തിൽ ഒരു പരിഹാരമുണ്ടായില്ല എങ്കിൽ പത്രസമ്മേളനം നടത്തി പൊതുജനങ്ങളുടെ മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് തടി തപ്പാൻ വേണ്ടി PA മുഹമ്മദ് റിയാസ് പാർട്ടിക്ക് പരാതി കൊടുത്തത്. ഈ പരാതിക്കാരന് 2 കാര്യമാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, 22 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം. 2, ഈ റിയാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് പങ്കില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണം. ഇപ്പം ഈ വിഷയം ഒത്തുതീർത്തിരിക്കുകയാണ്. 22 ലക്ഷം രൂപ തിരികെ കൊടുത്തത് പ്രമോദ് കോട്ടൂളി അല്ല. അപ്പോൾ ആരാണ് ഇത് തിരികെ കൊടുത്തത്? മാത്രമല്ല, ഇനി ഈ വിഷയം ഉന്നയിച്ചാൽ കൈക്കൂലി കൊടുത്തതിന് ഈ ഡോക്ടറെയും കുടുംബത്തെയും കേസിലകപ്പെടുത്തി ജയിലടക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പല നിലക്ക് ഈ വിഷയത്തെ ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിലൊരു അന്വേഷണം ആവശ്യപ്പെടാൻ പോലും കഴിയാത്തൊരു ഗതികേടിലാണ് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളുള്ളത്. കാരണം ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? കേരളത്തിലെ പോലീസാണ്. പോലീസ് ആരുടെ കീഴിലാണ്? പിണറായി വിജയൻ്റെ കീഴിലാണ്. പിണറായി വിജയൻ്റെ പോലീസ് അന്വേഷിച്ചാൽ ഈ കേസിൻ്റെ ഗതി എന്താവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ KSEBയിൽ ജീവനക്കാരെ മർദ്ദിച്ച ആരോപണം നേരിടുന്ന വ്യക്തിയുടെ വീട്ടിലെ കറണ്ട് വിച്ഛേദിക്കുക, അവിടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഇരുട്ടിലഴുത്തുക, അതുപോലെ 60 ലക്ഷം രൂപ കോഴ കൈപ്പറ്റിയ ആളുടെ പേരിലും അത് ആ സംഘത്തെക്കുറിച്ചും പറയുമ്പോൾ കോഴ കൊടുത്തതിന് നിങ്ങളെ ജയിലിലാക്കും, ഈ വിഷയം മിണ്ടരുത് എന്ന് പറയാം. ഇതൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ഈ മിനി ക്യാബിനറ്റിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുമോ? ആത്മാർത്ഥതമായി ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ മിനി ക്യാബിനറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തിയുള്ള ഒട്ടേറെ ആളുകളുണ്ട്. അത്തരം ആളുകളൊക്കെ പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറാവോ എന്നുള്ളതൊക്കെയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.
ഏതായാലും ഒരു പ്രമോദ് കോട്ടൂളിക്കെതിരെ മാത്രം അന്വേഷണം നടത്തി അയാളെ മാത്രം ഇതിനകത്ത് പ്രതിയാക്കി പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് ഈ വിഷയത്തെ അവസാനിപ്പിക്കാം എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അത് ഒരു നിലക്കും അംഗീകരിക്കാനാവില്ല. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ പരാതിക്കാർ ഭയന്ന് നിൽക്കുകയാണ്. പല ആളുകളും അവരോട് ബന്ധപ്പെടുമ്പോൾ സംസാരിക്കാൻ പോലും തയ്യാറാകാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പം അങ്ങനെ പല നിലയ്ക്ക് ഈ വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നാണ് മനസ്സിലാക്കുന്നത്.